മകൾ നമസ്കാരം. നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റീമാൻ സ്റ്റെലിജസ് ഇൻ്റഗ്രേഷൻ ആണ്. ഈ റീമാൻ സ്റ്റെലിജസ് ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്താണ് റീമാൻ ഇൻ്റഗ്രേഷൻ എന്നതിലേക്ക് പോവുകയാണ്. റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത് ഒരു ഫംഗ്ഷൻ്റെ, എസ്പെഷ്യലി ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ, ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന റിയൽ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ ഏരിയ എന്ന് മീൻ ചെയ്യുന്നത് ആ കർവും ക്ലോസ് ഇൻ്റർവൽ എ ബിയുമായി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് കർവ് തന്നിട്ടുണ്ട് എക്സ് ഈക്വൾ ടു എ എന്നൊരു ലൈനും എക്സ് ഈക്വൾ ടു ബി എന്ന ലൈനും എക്സ് ആക്സിനും ഇടയിൽ വരുന്ന ഏരിയ. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ കർവിനും ഇതിനിടയിലും വരുന്ന ഏരിയയെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ശരിക്കും റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന പ്രോസസ്സ്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയും. എങ്ങനെയാണ് ഒരു ഏരിയ, ഒരു സ്ഥലത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനെ ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഏരിയയെ കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏരിയ റെക്റ്റാങ്കിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഗിവൺ ഡൊമൈൻ സെറ്റിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. അതായത് ക്ലോസ് ഇൻ്റർവൽ എ ബിയെ പാർട്ടീഷൻ ചെയ്യും. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് പാർട്ടീഷൻ ഓഫ് ആൻ ഇൻ്റർവൽ, അതാണ് ആദ്യം പഠിക്കുന്നത്. You are given a closed interval AB, I equal to closed interval AB. It should be bounded. That means A and B are two real numbers and it is closed and bounded. Then a partition of that closed interval AB means is a finite set, consists of n plus 1 points. The first point is x0 and the last point is xn. A equal to x0 less than x1 less than etc. xn equal to b. And actually this partition subdivides the closed interval AB into finite number of non-overlapping closed and bounded subintervals. That means I1 equal to x0 x1 closed interval x0 x1, I2 equal to closed interval x1 x2 etc. In equal to closed interval xn minus 1 xn. That means if you have n plus 1 points in that partition, then we will get n intervals. Actually they are non-overlapping. Non-overlapping means they have only finite intersection of points. That means their intersections points are ബൗണ്ടറി പോയിൻറ്റ്സ്. I1നും I2ൻ്റെയും കോമൺ പോയിൻ്റ് എന്ന് പറയുന്നത് x1 ആണ്. അതാണ് അവിടെ നോൺ ഓവർലാപ്പിംഗ് എന്ന കൺസെപ്റ്റിന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ I ഈക്വൾ ടു ക്ലോസ് ഇൻ്റർവൽ 0 1, ഒരു പാർട്ടീഷൻ P1 ഈക്വൾ ടു 2 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ഇൻ്റർവൽ മാത്രമേ ഉള്ളൂ. അതായത് അത് അതിനെ പാർട്ടീഷൻ ചെയ്യുന്നില്ല, ആക്ച്വലി അത് തന്നെയാണ്. ഇപ്പോൾ നെക്സ്റ്റ് P2 ഈക്വൾ ടു 0 1/2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻ്റർവലായി മുറിയുന്നു, 0 to 1/2 and 1/2 to 1. ഇപ്പോൾ തൊട്ടടുത്തതിലാണെങ്കിൽ 5 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 4 ഇൻ്റർവലായിട്ട് കട്ടാവുന്നു. ഇതാണ് പാർട്ടീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ്റെ അപ്പർ സം ലോവർ സം എന്ന കൺസെപ്റ്റ് പോവാണ്. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷനാണ്. എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ഇൻറ്റു ആർ ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ആൻഡ് പി ഈസ് എ പാർട്ടീഷൻ കൺസിസ്റ്റ് ഓഫ് n plus 1 പോയിൻറ്റ്സ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. ദെൻ വാട്ട് വിൽ ബി ദി അപ്പർ സം ആൻഡ് ലോവർ സം ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി. ആൻഡ് ദ അപ്പർ സം ഈസ് ഡിനോട്ടഡ് ബൈ UPF. U for upper sum and P for the partition F is the given bounded function. UPF equal to summation I varies from 1 to n capital Mi into delta xi. So what will be capital Mi? You note that this function F is bounded on closed interval AB. ബൗണ്ടഡ് ആണെങ്കിൽ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ബൗണ്ടഡ് ആണെങ്കിൽ എല്ലാ സബ് ഇൻ്റർവലിലും ബൗണ്ടഡ് ആയിരിക്കും. അതായത് I1ലും I2ലും എക്സെട്ര INലും ഒക്കെ ബൗണ്ടഡ് ആയിരിക്കും. ഈ I1 I2 എക്സെട്ര INs ആർ ദി സബ് ഇൻ്റർവൽസ് ജനറേറ്റഡ് ഫ്രം ദ പാർട്ടീഷൻ P ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സബ് ഇൻ്റർവൽസാണ്. ഓക്കെ, അപ്പോൾ A മുതൽ x1 വരെയുള്ള ഒരു ഇൻ്റർവൽ, x1 to x2 വരെയുള്ള ഇൻ്റർവൽ എക്സെട്ര. അപ്പോൾ ഈ ഇൻ്റർവെല്ലുകളിലൊക്കെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ബൗണ്ടഡ് ആണെങ്കിൽ ഇതിന് സുപ്രീമോ ഉണ്ടാവും, ഇൻഫിമോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ഫംഗ്ഷൻ്റെ ith ഇൻ്റർവെല്ലിലുള്ള സുപ്രീമോ. സ്മോൾ mi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith ഇൻ്റർവെല്ലിലെ ഇൻഫിമോ. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് അപ്പർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇപ്പോൾ I1 എന്ന ഇൻ്റർവെല്ലിലുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x1 മൈനസ് x0 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീം ഹൈറ്റ്, അത് ക്യാപിറ്റൽ M1. I2ലാണെങ്കിൽ x2 മൈനസ് x1, അതിൻ്റെ ഹൈറ്റ് ക്യാപിറ്റൽ M2. അങ്ങനെ ശരിക്കും ഓരോ റെക്റ്റാങ്കിളുടെയും സം ഏരിയ കണ്ടതിന് ശേഷം അതിനെ സം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ n plus 1 പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ n ഇൻ്റർവൽസ് ഉണ്ടാവും. അപ്പോൾ n റെക്റ്റാങ്കിൾസ് കിട്ടും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതൊക്കെ സുപ്രീമം വാല്യൂസ് ഓഫ് F ഓൺ ദാറ്റ് സബ് ഇൻ്റർവൽ ആയിരിക്കും. ഇതേ കാര്യത്തെ നമ്മൾ ലോവർ സമ്മിലേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെ നമ്മൾ ഇൻഫിമം ഹൈറ്റുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്മോളർ റെക്റ്റാങ്കിൾസാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മിനെയാണ് LPF എന്ന് വിളിക്കുന്നത്. സോ UPF ഈസ് ദ സം ഓഫ് ദി റെക്റ്റാങ്കിൾസ്
having length delta xi and height capital Mi, and similarly LPF is the sum of the rectangles, sum of areas of the rectangles obtained from the partition P having length delta xi and corresponding height small mi. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള സമ്മുകളാണ് കിട്ടുന്നത്. അപ്പർ സമ്മും കിട്ടുന്നു, ലോവർ സമ്മും കിട്ടുന്നു. ഈ അപ്പർ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള ഏരിയയിൽ നിന്ന് കുറച്ച് കൂടുതലാണ് കിട്ടുക. നമുക്കിപ്പോൾ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഏരിയയേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. ലോവർ സം എടുക്കുമ്പോൾ കുറച്ച് കുറവാണ് നമുക്ക് കിട്ടുക, കാരണം ഹൈറ്റ് നമ്മൾ കുറച്ച് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ലാൻഡ് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നം വരില്ല, രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പിക്ചർ ഈ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അപ്പർ സമ്മും ലോവർ സമ്മും എന്നുള്ള കൺസെപ്റ്റ് ഇതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രൽ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗിവൺ ബൗണ്ടഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ലെറ്റ് us given a bounded function f on closed interval a b. We have to find the upper integral and lower integral. എന്താണ് അപ്പർ ഇൻ്റഗ്രൽ? അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീഷൻ എടുക്കുമ്പോൾ ഒരു അപ്പർ സമ്മ് കിട്ടും. അപ്പോൾ എല്ലാ പാർട്ടീഷൻ എടുത്താൽ അതിൽ നിന്നെല്ലാം ഓരോ അപ്പർ സമ്മ് കിട്ടും. ഈ അപ്പർ സമ്മുകളുടെ ഇൻഫിമത്തെയാണ് നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അപ്പർ സമ്മുകളുടെ ഇൻഫിമം ഓഫ് ആൾ അപ്പർ സംസ്. അതുപോലെ തന്നെ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സമ്മുകളെല്ലാം കൺസിഡർ ചെയ്യുന്നു. ഓരോ പാർട്ടീഷനിൽ നിന്നും ഓരോ ലോവർ സമ്മാണ് കിട്ടുക. അതായത് ഒരു പാർട്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിങ്ങളുടെ ലാൻഡ് അളക്കാൻ ഒരാൾ വന്നു, അതിൽ നിന്ന് നമുക്കൊരു അപ്പർ സമ്മ് കിട്ടുന്നു, അതുപോലെ തന്നെ ലോവർ സമ്മും കിട്ടുന്നു. അങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും നമുക്ക് അപ്പർ സമ്മും ലോവർ സമ്മും കിട്ടുന്നുണ്ട്. ഇതെല്ലാ രീതിയിലുള്ള പാർട്ടീഷനും കൺസിഡർ ചെയ്തതിന് ശേഷം എല്ലാ അപ്പർ സമ്മും കണ്ടുപിടിക്കുന്നു, ലോവർ സമ്മും കിട്ടുന്നു. ഈ അപ്പർ സമ്മുകളുടെ അപ്പോൾ നമുക്ക് അപ്പർ സമ്മും ലോവർ സമ്മും കണ്ടുപിടിക്കുന്ന ഓരോ പാർട്ടീഷനിലും അതിനുശേഷം ഈ അപ്പർ സമ്മുകളുടെ ഇൻഫിമത്തെ നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ എന്നും ലോവർ സമ്മുകളുടെ സുപ്രീമത്തെ നമ്മൾ ലോവർ ഇൻ്റഗ്രൽ എന്നുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റ്, അതായത് നമുക്ക് എറർ കുറയ്ക്കുക എന്നാണ്. അപ്പർ സം കാണുമ്പോൾ നമുക്ക് മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ സ്ഥലത്തേക്ക് കൂടി കയറിപ്പോകും. അപ്പോൾ പാർട്ടീഷൻ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടും തോറും നമുക്ക് നമ്മളുടെ അപ്പർ സമ്മ് നമ്മളുടെ ഏരിയയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കും. അതായത് കുറഞ്ഞു വന്ന് അവസാനം നമ്മളുടെ ഏരിയ തന്നെയായി അത് മാറും. ഓക്കെ, അപ്പോൾ അതാണ് അപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ലോവർ ഇൻ്റഗ്രൽ പറയുന്നത് തിരിച്ച് നമ്മളുടെ ഏരിയ കുറവായിരിക്കും. അത് നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ്സ് കൂട്ടും തോറും കൂടിക്കൊണ്ടിരിക്കും, കൂടി എക്സാക്റ്റ് നമ്മളുടെ ഏരിയ കിട്ടുന്നു. അപ്പോൾ അത് ഇനിയാണ് നമ്മൾ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തഡോളജിയിലും കണ്ടുവരുമ്പോൾ സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് വിളിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡെഫിനിഷൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റീമാൻ ഇൻ്റഗ്രൽ ആൻഡ് റീമാൻ ഇൻ്റഗ്രബിൾ? ഒരു ഫംഗ്ഷന് റീമാൻ ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. എന്താ റീമാൻ ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂവിനെയാണ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഈ റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റീമാൻ ഇൻ്റഗ്രൽ എന്നും ആ ഫംഗ്ഷനെ നമ്മൾ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയും. എ ഫംഗ്ഷൻ വിച്ച് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ മീൻസ് ഇറ്റ്സ് റീമാൻ ഇൻ്റഗ്രൽ എക്സിസ്റ്റ്. That means both the upper integral and lower integral are equal and they exist as a finite number. ഓക്കെ, അപ്പോൾ അതാണ് റീമാൻ ഇൻ്റഗ്രേഷൻ. അപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷൻ മീൻസ് ദ പ്രോസസ് ടു ഫൈൻഡ് ഔട്ട് ദ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇൻ വിച്ച് ഇറ്റ്സ് ലോവർ ഇൻ്റഗ്രൽ ആൻഡ് അപ്പർ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ആൻഡ് ദേ ആർ ഈക്വൽ ആസ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ. Then it is called the Riemann integral and the corresponding procedure is called the Riemann integration procedure of a bounded function on closed interval a b. Real valued function ആണ് കൂടി ഓർക്കുക. For example, we are considering a constant function on closed interval a b. Look at the graph of the function f of x is equal to k. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് അല്ല ഇപ്പോൾ ഈ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്ന് മാത്രമല്ല കോൺസ്റ്റൻറ്റ് കൂടി ആയതുകൊണ്ട് സുപ്രീം ഇൻഫോമും സെയിം തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എം ഐസും സ്മോൾ എം ഐസും കെ തന്നെയായിരിക്കും. അപ്പോൾ അപ്പർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എം ഐയും കെ ആയതുകൊണ്ട് കെ ഇൻറ്റു സമ്മേഷൻ ഐ വേരിയസ് ഫ്രം 1 to n ഡെൽറ്റ എക്സ് ആയിരിക്കും. അപ്പോൾ കെ ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും. ഇതേ കാര്യം തന്നെയായിരിക്കും ലോവർ സമ്മ് കിട്ടുമ്പോഴും. അപ്പോൾ ലോവർ സമ്മും അപ്പർ സമ്മും ഏത് പാർട്ടീഷൻ എടുത്താലും സെയിം ആവുന്നത് കൊണ്ട് അതിൻ്റെ സുപ്രീമം വാല്യൂം ഇൻഫിമം വാല്യൂം ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ലോവർ ഇൻ്റഗ്രൽ ഈക്വൽ ടു കെ ഇൻറ്റു ബി മൈനസ് എ ആൻഡ് അപ്പർ ഇൻ്റഗ്രൽ ഈക്വൽ ടു കെ ഇൻറ്റു ബി മൈനസ് എ. ബോത്ത് ദാറ്റ് മീൻസ് ബോത്ത് ആർ ഈക്വൽ ആൻഡ് ഫൈനൈറ്റ്. So a constant function is always Riemann integrable on any closed and bounded interval and its integral must be k into b minus a. Okay, ഇനിയിപ്പോൾ പക്ഷേ ഇപ്പോൾ നോക്കൂ, എവരി റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് ബൗണ്ടഡ് ബട്ട് കോൺവേഴ്സ് നോട്ട് ട്രൂ. ഒരു റീമാൻ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അതേ സ്ഥാനത്ത് ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ച് റീമാൻ ഇൻ്റഗ്രൽ ഉണ്ടാവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ അവർ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ. What is the value of a Dirichlet function? It takes the value 1 for rationals in closed interval 0, 1 and 0 for irrationals in closed interval 0, 1. ഓക്കെ, അത് നമുക്കറിയാം. ഇനി ഒരു പാർട്ടീഷൻ എടുത്തു. ഏത് പാർട്ടീഷൻ എടുത്താലും അതിൻ്റെ സുപ്രീമം വാല്യൂ ഏതൊരു ഇൻ്റർവെല്ലിലും 1ഉം ഇൻഫിമം വാല്യൂ 0യുമാണ് കിട്ടുന്നത്. സോ അപ്പർ സം എന്ന് പറയുന്നത് 1 ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 1 to n ഡെൽറ്റ എക്സ് ഐ ആയിരിക്കും. ദാറ്റ് മീൻസ് 1 ഇൻറ്റു ബി മൈനസ് എ. ഇവിടെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ ഇൻ്റർവെൽ ക്ലോസ് ഇൻ്റർവൽ 0 ആയതുകൊണ്ട് 1 ഇൻറ്റു 1 മൈനസ് 0, 1 ഇൻറ്റു 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. ഇതുപോലെ ലോവർ സം കിട്ടുമ്പോൾ സ്മോൾ എല്ലായ്പ്പോഴും 0 ആയതുകൊണ്ട് 0 ഇൻറ്റു 1 മൈനസ് 0 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടുന്നു. സോ അപ്പർ സം ഈസ് 1 ആൻഡ് ലോവർ സം ഈസ് 0 ഫോർ എനി പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1. ദാറ്റ് മീൻസ് ദ അപ്പർ ഇൻ്റഗ്രൽ ആൾവേസ് ഹാസ് 1 ആൻഡ് ലോവർ ഇൻ്റഗ്രൽ ഈസ് 0, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. ദാറ്റ് മീൻസ് അവർ റീമാൻ integral process is not valid for our Dirichlet function because it is not continuous, nowhere continuous on closed interval 0, 1. അപ്പോൾ ഈ കണ്ടിന്യൂറ്റിയുമായിട്ട് റീമാൻ ഇൻ്റഗ്രേഷനും അഭേദ്യമായ ബന്ധമുണ്ട്. കണ്ടിന്യൂസ് ആവണം നിർബന്ധമില്ല, പക്ഷേ കണ്ടിന്യൂസ് അല്ലെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാവും. അത് പിന്നീട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് പ്രൂവ് ദാറ്റ് എവരി ബൗണ്ടഡ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ അതിന് എല്ലായ്പ്പോഴും അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഉണ്ടാവും, ഫൈനൈറ്റും ആയിരിക്കും. പക്ഷേ അത് ഈക്വൽ ആവണം നിർബന്ധമില്ല. അതിനുള്ള എക്സാമ്പിളാണ് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗിവൺ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ബൗണ്ടഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ലോസ് ഇൻ്റർവൽ 0, 1 അതിന് എന്തുണ്ടാവും? സുപ്രീമോ ഉണ്ടാവും, ഇൻഫിമോ ഉണ്ടാവും. ഓക്കെ, സുപ്രീമോ ഇൻഫിമോ ഉണ്ടാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അതിന് ക്യാപിറ്റൽ എം എന്നും സ്മോൾ എം എന്നും കൊടുക്കാം. ആൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഈസ് ആൾവേസ് ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പാർട്ടീഷൻ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ബൗണ്ടഡ് ആണെങ്കിൽ എല്ലാ സബ് ഇൻ്റർവെല്ലിലും എന്തുകൂടിയായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ആയിരിക്കും. ഇതുപോലെ ഓരോ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. ആ ഇൻ്റർവെല്ലുകളിൽ ക്യാപിറ്റൽ എം ഐസും സ്മോൾ എം ഐസും ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ സ്മോൾ എം ഐക്കും ക്യാപിറ്റൽ എം ഐക്കും ഇടയിലാണ് ലൈ ചെയ്യുന്നറിയാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ എം ഐയും ക്യാപിറ്റൽ എമ്മും തമ്മിലുള്ള ബന്ധവും അതുപോലെ സ്മോൾ എം ഐയും സ്മോൾ എമ്മും തമ്മിലുള്ള ബന്ധവും നമുക്ക് നോക്കാം. നമുക്കറിയാം ക്ലോസ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷന് ഒരു സ്മോൾ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന സുപ്രീമത്തിനേക്കാൾ വലുതായിരിക്കും ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഫംഗ്ഷൻ ലാർജർ ഇൻ്റർവെല്ലിലെ സുപ്രീമം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ഒരു സെറ്റിൻ്റെ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0, 1 ഒരു ഫംഗ്ഷന് സുപ്രീമം പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ക്ലോസ് ഇൻ്റർവൽ 0, 2 ക്ലോസ് ഇൻ്റർവൽ 0, 1 0, 2ൻ്റെ സുപ്രീമം 2 ആയിരിക്കും. അപ്പോൾ ലാർജർ ഇൻ്റർവെല്ലിലെ സുപ്രീമം എല്ലായ്പ്പോഴും സ്മോളർ 1നേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് സ്മോൾ എം ഐ ക്യാപിറ്റൽ എം ഐ ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവരി ഐ വേരിയസ് ഫ്രം 1 to n. ഇനി നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0, 1ഉം ക്ലോസ് ഇൻ്റർവൽ -1ഉം 1ഉം കൺസിഡർ ചെയ്യുക. ക്ലോസ് ഇൻ്റർവൽ -1 1 ആണ് ലാർജർ ഇൻ്റർവൽ, ക്ലോസ് ഇൻ്റർവൽ 0, 1 സ്മോളർ ആണ്. അതിൽ ഇൻഫിമം കൺസിഡർ ചെയ്യുമ്പോൾ ലാർജർ ഇൻ്റർവലിലെ ഇൻഫിമം എന്ന് പറയുന്നത് -1ഉം സ്മോളറിലേത് 0 ആണ്. അപ്പോൾ ഇൻ്റർവൽ വലുതാവുമ്പോൾ ഇൻഫിമം ആക്ച്വലി നമുക്ക് സംഭവിക്കുന്നത് ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, സ്മോൾ എം എന്തായാലും സ്മോൾ എം ഐയേക്കാൾ ചെറുതായിരിക്കും. അതായത് സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഐ ഓർ സ്മോൾ എം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഫോർ എവരി ഐ വേരിയസ് ഫ്രം 1 to n. അപ്പോൾ ആ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഐ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവരി ഐ വേരിയസ് ഫ്രം 1 to n. ഓക്കെ, ടേക്കിംഗ് സമ്മേഷൻ ഓവർ ആൾ പാർട്ടീഷൻ, സോ വി ഗെറ്റ് സമ്മേഷൻ ഐ വേരിയസ് ഫ്രം 1 to n സ്മോൾ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഏരിയ കാണുക, റെക്റ്റാങ്കിളുകളുടെ ഏരിയ കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഹൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് സ്മോൾ എമ്മും പിന്നെ അടുത്ത എം ഐസ് ഓരോ ഇൻ്റർവെല്ലിലും, അടുത്ത ക്യാപിറ്റൽ എം ഐസ് ഓരോ ഇൻ്റർവെല്ലിലും, പിന്നീട് എല്ലാ ഇൻ്റർവെല്ലിലും ക്യാപിറ്റൽ എമ്മും കൺസിഡർ ചെയ്തു. അപ്പോൾ ലാർജർ ഹൈറ്റ് എടുക്കുന്ന ഏറ്റവും വലുതും സ്മോളർ ഹൈറ്റ് ഏറ്റവും ചെറുതായിരിക്കും. അതിനിടയിലായിരിക്കും സ്മോൾ എം ഐ ക്യാപിറ്റൽ എം ഐയുടെ ഹൈറ്റ് വരുന്ന ഏരിയാസ് വരുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് എന്ന് പറയുന്നത് LHS എന്ന് പറയുന്നത് എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് LPF ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ UPF ആരേക്കാൾ വലുതായിരിക്കും? സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എയേക്കാൾ വലുതായിരിക്കും. LPF
ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എക്കാൾ ചെറുതായിരിക്കും. അതായത് സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് എൽ പി എഫിൻ്റെ ലോവർ ബോണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് അപ്പർ ബോണ്ടും ആയിരിക്കും. അപ്പോൾ എൽ പി എഫിൻ്റെ സെറ്റിന് എന്തുണ്ട്? അപ്പർ ബോണ്ടുണ്ട്. അപ്പർ ബോണ്ട് എന്ന് പറയുന്നത് എം ഇൻറ്റു ബി മൈനസ് എ ആണ്. ഒരു റിയൽ നമ്പറിൻ്റെ സെറ്റിന് അപ്പർ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് സുപ്രീം ഉണ്ടാവും. അപ്പോൾ സുപ്രീം ഓഫ് എൽ പി ഓഫ് എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂവിനെയാണ്, അത് റിയൽ നമ്പർ ആയിരിക്കും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോവർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പർ ഇൻ്റഗ്രലുടെ ലോവർ ബോണ്ടാണ് സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കും? ബൗണ്ടഡ് ബിലോ ആയിരിക്കും. ബൗണ്ടഡ് ബിലോ സെറ്റിന് ഇൻഫിം ഉണ്ടാവും. ആ ഇൻഫിമത്തിനെയാണ് നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവരിവർ. ആ എ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എവരിവർ. ആൾമോസ്റ്റ് എവരിവർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ ഒരു സെറ്റിനെ നമ്മൾ നൾ സെറ്റ് ആണെങ്കിൽ, എന്താ നൾ സെറ്റ് എന്നുകൂടി പറയാം. ഒരു സെറ്റിൻ്റെ ലെങ്ത്ത് 0 ആണെങ്കിൽ അതിനെ നൾ സെറ്റ് എന്നാണ് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, എല്ലാ കൗണ്ടബിൾ സെറ്റുകളുടെയും ലെങ്ത്ത് 0 ആണ്. അതുപോലെ തന്നെ എല്ലാ ഫൈനൈറ്റ് സെറ്റുകളുടെയും ലെങ്ത്ത് 0 ആണ്. അതുപോലെ കാൻഡർ സെറ്റിൻ്റെയും ലെങ്ത്ത് 0 ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് 0 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ അത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ സെറ്റ്, അതായത് ഡൊമൈൻ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അത് എന്ത് സെറ്റായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. ദിസ് ഈസ് കാൾഡ് ദ ലെബേഗ് ക്രൈറ്റീരിയൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ലെബ് ബി ആവണമെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവരിവർ. ദാറ്റ് മീൻസ് ദി ലെങ്ത് ഓഫ് ദി സെറ്റ് ഓഫ് ആൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി മസ്റ്റ് ബി എ നൾ സെറ്റ്. ഓക്കെ, താങ്ക് യു.